Ethical practices in research. This is what the third unit of block second of the course Foundational Skills for Research and Writing is all about. A must-know topic for all those dealing with academic research. Let's see what is ethics. എന്താണ് ethics? Ethics is nothing but the moral principles that govern a person's behavior. See, as a social being, man has to follow certain rules, right? Certain moral values he has to follow. Those moral principles that govern a person's behavior is called ethics. എന്താണ് എത്തിക്സ്? നമ്മളതിനെ നീതിശാസ്ത്രം എന്ന് പറയാം, സദാചാര സംഹിത എന്ന് പറയാം, അല്ലെങ്കിൽ നൈതികത എന്ന് പറയാം. അത് ഇപ്പോൾ എവിടെ ആയാലും ഈ ഒരു നൈതികത അല്ലെ സദാചാര ബോധം ബിസിനസ് പ്ലേസിലായാലും വർക്ക് പ്ലേസിലായാലും മെഡിക്കൽ ഫീൽഡിലായാലും ഈ എത്തിക്സ് വേണം, അത് നിർബന്ധമാണ്. എത്തിക്സ് അല്ലെങ്കിൽ നൈതികത തത്വചിന്തയുടെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ്. നല്ലതും ചീത്തയും വേർതിരിഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഉക്തി. സോ വാട്ട് ഈസ് എത്തിക്സ്? എത്തിക്സ് ഈസ് ദ ഡിസിപ്ലിൻ കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് മോറലി റൈറ്റ് ആൻഡ് റോങ്. So now you know what is ethics. Ethics is nothing but the moral principles that govern a person's behavior. ഈ എത്തിക്സ് നമ്മുടെ ലൈഫിലും പ്രൊഫഷനിലും വളരെ അനിവാര്യമാണ്. From where do you get it? You get it from your family, you get it from your surroundings, from your school. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ മോറൽ വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലേ? ചെറിയ ചെറിയ സ്റ്റോറീസിലൂടെ അന്യൻ്റെ മുതൽ കക്കാൻ പാടില്ല അല്ലെ കള്ളം പറയാൻ പാടില്ല, ഇതൊക്കെ ചെറിയ സ്റ്റോറീസിലൂടെ നമ്മൾ കേൾക്കുന്നത് കുട്ടിയുടെ മനസ്സിൽ അത് ഇംബൈബ് ചെയ്യാണ്. സോ ദിസ് ഈസ് ഹൗ എത്തിക്സ് കംസ് ഇൻ ടു യുവർ ലൈഫ്. ലേറ്റർ പ്രൊഫഷനിലും എത്തിക്സ് വേണം. സപ്പോസിങ് യു ആർ എ ബിസിനസ് മാൻ, യു ഹാവ് ടു അപ്കീപ് സം സോർട്ട് ഓഫ് എത്തിക്സ് വെൻ യു ഡീൽ വിത്ത് യുവർ പാർട്ട്ണർ ഓർ വെൻ യു ഡീൽ വിത്ത് ദ കസ്റ്റമർ. ഇൻ ദ സെയിം വേ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നവർ മെഡിക്കൽ ഫീൽഡിൽ എത്തിക്സ് വേണം, ടീച്ചിങ് ഫീൽഡിൽ വേണം ഇല്ലേ? തൻ്റെ മുമ്പിൽ കാണുന്ന കുട്ടികളെ എല്ലാം ഇംപാർഷ്യലായിട്ട് കാണാനുള്ള ഒരു എത്തിക്സ് ടീച്ചറിന് വേണം. സോ ഇൻ ദ സെയിം വേ റിസർച്ചിലും എത്തിക്സ് വേണം. സോ നൗ യു വിൽ ബി തിങ്കിങ് ആസ് എ റിസർച്ച് സ്കോളർ or an academician actively engaged in research, you will be thinking, why should I be bothered about ethics? You might be thinking, I should be bothered about my primary sources, I should be bothered about my research methodology. Why should I be bothered about ethics? Before going to that, I would like to draw your attention to the 3 cardinal sins that you might commit knowingly or unknowingly when you are actively engaged in a research project. I will tell about those 3 sins. 3 പാപങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ റിസർച്ചിൽ ഏർപ്പെടുമ്പോൾ ചെയ്യാൻ സാധ്യതയുള്ള 3 പാപങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഫാബ്രിക്കേഷൻ, ഫോൾസിഫിക്കേഷൻ ആൻഡ് പ്ലേഗറിസം. ദ തേർഡ് വൺ, പ്ലേഗറിസം, ഇസ് മച്ച് ടോക്ക്ഡ് അബൌട്ട്. നിങ്ങൾ ഒരുപാട് കേട്ട് കാണും ഇല്ലേ പ്ലേഗറിസത്തെ പറ്റി. 3-5 വർഷമെടുത്ത് ഒരു സ്കോളർ റിസർച്ച് ചെയ്തിട്ട് അതിൽ പ്ലേഗറിസം ആരോപിക്കപ്പെട്ടാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വളരെയധികം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാനിടയുള്ള ഒരു പാപമാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുന്നത്, 3 കാർഡിനൽ സിൻസ് അല്ലെങ്കിൽ പാപം ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ഈ പാപങ്ങൾ കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ ഒരു റിസർച്ച് സ്കോളർ അനിവാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് റിസർച്ച് എത്തിക്സ്. റിസർച്ച് എത്തിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഫാബ്രിക്കേഷൻ എന്താണ്, ഫോൾസിഫിക്കേഷൻ എന്താണ്, പ്ലേഗറിസം എന്താണ്, ഇത് 3 നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. So let's have a look at the 3 common misconducts in research. Number 1, fabrication. What is fabrication? എന്താണ് fabrication? The creation of non-existent data and results and the act of recording and reporting them. I will make it more clear. ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഫാക്ട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉള്ള ഫാക്ട്സിൽ തിരിമറി നടത്തുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫാബ്രിക്കേഷൻ. ആ വേർഡ് മീനിങ് തന്നെ അതാണ്, ടു ഫാബ്രിക്കേറ്റ്, ക്രിയേറ്റിംഗ് ഫോൾസ് ഡേറ്റ. സി, ആസ് എ സ്കോളർ യു മൈറ്റ് ഹാവ് ടു കണ്ടക്ട് സർവേ, കളക്ട് ഡേറ്റ ആൻഡ് കം ടു എ കൺക്ലൂഷൻ. But we all know it needs patience, time and effort.
So chances are high that scholars get bored and are tempted to find a shortcut, that is, create false data. സർവേ നടത്തുക, ഡേറ്റ കളക്ട് ചെയ്യുക, അത് ക്രോഡീകരിച്ച് കൺക്ലൂഷനിലെത്തുക, ഇതിനൊക്കെ സമയവും ക്ഷമയും ഒരുപോലെ വേണ്ട കാര്യങ്ങളാണ്. സ്വാഭാവികമായി കുറുക്ക് വഴി തേടാൻ തോന്നും, അല്ലേ? ദസ് ക്രിയേറ്റിംഗ് ഫോൾസ് ഡേറ്റ. ദിസ് ഈസ് ഫാബ്രിക്കേഷൻ. Then filling out questionnaires without doing a real survey. See, you conduct a survey, hand over questionnaires, get them filled and analyze the data. And then you come to a conclusion. ഇതാണ് proper method. Again, this needs a lot of time and effort. So you fabricate. You fill out questionnaire without doing a real survey. Again, this is an example of fabrication. Or maybe you copy someone else experimental results. മറ്റുള്ളവർ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നത് കോപ്പി ചെയ്യുക. All these are serious misconducts in research. That is, creating false data, filling out questionnaires yourself without doing a real survey, copying someone else's experimental results. All these are serious misconduct in research, and all these come under fabrication. So the next is falsification. What is falsification? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഒരു ഫോൾസ് മണക്കുന്നുണ്ട്. either the manipulation of research materials or equipment or omitting data and results so that the research is not accurately represented. ഇത് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. മാനിപ്പുലേറ്റ് ചെയ്യുക, ഇൻറ്റൻഷനലി ഫാക്ട്സ് ഇഗ്നോർ ചെയ്യുക, ഇൻക്ലൂഡിങ് ദോസ് എവിഡൻസസ് വിച്ച് സപ്പോർട്ട് ദെയർ ക്ലെയിം. നമുക്ക് നമ്മുടെ റിസർച്ച് കൺക്ലൂഷന് യോജിക്കുന്ന ഫാക്ട്സിനെ മാത്രം എടുക്കുക, ബാക്കിയുള്ളവ സൗകര്യപൂർവ്വം അങ്ങ് ഒമിറ്റ് ചെയ്യുക. ഓക്കെ. ഫാൾസിഫിക്കേഷൻ ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി ആൾട്രേഷൻ ഓഫ് വിഷ്വൽ ഓർ വെർബൽ റെപ്രസെൻറ്റേഷൻസ്. ആൾട്ടർ ചെയ്യുക, നമ്മൾ ഡ്രസ്സൊക്കെ ആൾട്ടർ ചെയ്തില്ലേ, കട്ട് ഷോട്ട് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുക. അപ്പം അതുപോലെ ഫാക്ട്സിനെ ആൾട്ടർ ചെയ്യുക. ഇൻ ഷോർട്ട്, ഡിസ്റ്റോർട്ടിംഗ് ഓഫ് ഡേറ്റ, നമ്മുടെ സൗകര്യം അനുസരിച്ച് ഡേറ്റയിൽ തിരിമറി നടത്തുക. അഗെയിൻ ദിസ് ഈസ് എ സീരിയസ് മിസ്കണ്ടക്ട് ഇൻ റിസർച്ച്. സമൂഹത്തിനോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. സോ നൗ വി ഹാവ് ഡിസ്കസ്ഡ് 2 misconducts in research, that is fabrication and falsification. So now let's move on to the much talked about plagiarism, the most prevalent type of research misconduct. The word plagiarism comes from the Latin word plagiaris, which means kidnapper. Plagiarism is regarded as a literary theft, which is the act of copying someone else's work or maybe ideas and presenting it as something you created yourself. മറ്റുള്ളവരുടെ ഐഡിയാസ് മോഷ്ടിക്കുക, മറ്റുള്ളവരുടെ പബ്ലിഷ്ഡ് വർക്ക് മോഷ്ടിക്കുക, എന്നിട്ട് സ്വന്തം എന്ന പേരിൽ പബ്ലിഷ് ചെയ്യുക. അതുകൊണ്ടാണ് പ്ലേഗറിസത്തിനെ ലാറ്റിനിൽ കിഡ്നാപ്പർ എന്ന് വിളിക്കുന്നത്. അതൊരു ലിറ്റററി തെഫ്റ്റാണ്, ഒരു മോഷണമാണ്. സച്ച് ആൻ ആക്ട് ബിക്കംസ് എ സിൻ വെൻ ദേ ഹാവ് നോട്ട് അക്നോളജ്ഡ് ദ ഒറിജിനൽ ഓതർ ഫ്രം ഹും ദി ഐഡിയ ഈസ് ബോറോഡ്. നമുക്ക് ഐഡിയാസ് ബോറോ ചെയ്യാം, നമുക്ക് അത് അലൗഡാണ്. പക്ഷേ നമ്മളത് കടപ്പാട് അറിയിക്കണം. വി ഹാവ് ടു അക്നോളജ് ദം. ഇന്ന് റിസർച്ച് ഫീൽഡിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മറ്റുള്ളവരുടെ സൃഷ്ടി സ്വന്തമെന്ന പോലെ കരുതി അങ്ങ് പബ്ലിഷ് ചെയ്യുക. മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യം വളരെ സൗകര്യപൂർവ്വം നമ്മൾ നമ്മുടെ സ്വന്തം പേരിൽ പബ്ലിഷ് ചെയ്യും. ഈ ഒരു പ്രവണത വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസാണ്. മറ്റുള്ളവരുടെ ഐഡിയാസ് ബോറോ ചെയ്യാം, പക്ഷേ കടപ്പാട് പ്രോപ്പറായിട്ട് രേഖപ്പെടുത്തണം, അക്നോളജ് ചെയ്യണം. അതുകൊണ്ടാണ് ലാറ്റിനിൽ പ്ലേഗറിസ് എന്ന് വെച്ചാൽ കിഡ്നാപ്പർ എന്ന് വിശേഷിപ്പിക്കുന്നത്. So now we have discussed the 3 major misconducts found in research, that is fabrication, falsification and plagiarism. This plagiarism needs much more elaborate explanations, that is different types of plagiarism, how to avoid plagiarism, what are the consequences of plagiarism, how to detect plagiarism, etc. etc. We'll go to that later, but before that we have to come back to research ethics.
Now, since we have discussed the three major misconducts in research, we now know why ethics is necessary in research field. എന്തുകൊണ്ട് ethics in research? When it comes to research ethics, people often perceive ethics as a set of things you cannot do, which ultimately restricts your freedom. No, it's not the fact. On the contrary, it educates and monitors researchers to upkeep moral and ethical standards in research practices. It helps to take the right choice, to show a certain level of sensitivity to the well being of others. Others, in a sense, not only to individuals, but to communities, animals, and even the environment at large. റിസർച്ച് എത്തിക്സിൻ്റെ കാര്യം പറയുമ്പം പലപ്പോഴും പലർക്കും തോന്നുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന എന്തോ ആണ്, ഇത് ചെയ്തുകൂടാ, അത് ചെയ്തുകൂടാ, അവിടുന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തുകൂടാ, അങ്ങനെ ആ ഒരു ചിന്ത വരും. പക്ഷെ അതൊരു ശരിയായ അവബോധമല്ല. വാസ്തവത്തിൽ റിസർച്ച് എത്തിക്സ് എന്താണ്? സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് ഉതകുന്ന കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അടിവരയിട്ട് പറയേണ്ടത് സമൂഹം എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ഉണ്ട്, എൻവയൺമെൻറ്റ് അറ്റ് ലാർജ്, ആകെ മൊത്തം ആസ് എ ഹോൾ, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒതുങ്ങുന്നതായിരിക്കണം നമ്മുടെ റിസർച്ച്. ഒരു റെസ്പോൺസിബിൾ റിസർച്ചറിന് വേണ്ട വളരെ പ്രധാനമായ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 ഈസ് അക്കൗണ്ടബിലിറ്റി. വിശ്വസനീയത വേണം. റിസർച്ചിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു അക്കൗണ്ടബിലിറ്റി വേണം. ഓണസ്റ്റി, രണ്ടാമത്തത് സത്യസന്ധത ഉണ്ടാകണം. ഗിവ് അക്യുറേറ്റ് ഇൻഫർമേഷൻ, ഡോണ്ട് ഫോൾസിഫൈ ഡേറ്റ. തേർഡ് പോയിൻറ്റ്, ഒബ്ജക്റ്റിവിറ്റി. മുൻധാരണകളില്ലാതെ അൺബയസ്ഡ് ആയിരിക്കണം. വളരെ ഒബ്ജക്റ്റീവായിട്ട് വേണം നമ്മുടെ റിസർച്ച് നടത്താൻ. നമ്പർ 4, കെയർഫുൾനെസ്. നെഗ്ലിജൻ്റ് ആകരുത്. കെയർലെസ് മിസ്റ്റേക്സ് വരുന്നത് എത്രമാത്രം വലിയ ഇഷ്യൂ ആവും എന്നുള്ളത് നമ്മുടെ കേരള സമൂഹം ഈയിടെയും കൂടെ കണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നെഗ്ലിജൻ്റ് ആകരുത്, വളരെ കെയർഫുള്ളായിരിക്കണം. നമ്പർ 5 ഈസ് കമ്പീറ്റൻസ്. ദാറ്റ് ഈസ് റിസർച്ചിലൂടെ നമ്മുടെ കഴിവ് കൂടുകയാണ് ചെയ്യുന്നത്. യു ബിക്കം മോർ കമ്പീറ്റൻറ്റ്. അതൊരു വാല്യൂ ആഡഡ് പ്രോസസ്സാണ് അല്ലേ. നെക്സ്റ്റ് ഈസ് കോൺഫിഡൻഷ്യലിറ്റി. ഡോണ്ട് റിവീൽ ദ ഐഡൻറ്റിറ്റി ഓർ പ്രൈവറ്റ് ഡീറ്റെയിൽസ് ഓഫ് റിസർച്ച് പാർട്ടിസിപ്പൻസ്. നിങ്ങളൊരു റിസർച്ച് നടത്തുന്നു, അതിന് കുറച്ച് ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തുന്നു, അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി നിങ്ങൾ റിവീൽ ചെയ്യാൻ പാടില്ല. 7th ഈസ് ആനിമൽ കെയർ. മൃഗങ്ങളിൽ റിസർച്ച് നടത്തുന്നവരുണ്ട് അല്ലേ, സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ വി ഹാവ് ടു ട്രീറ്റ് ദം വിത്ത് പ്രോപ്പർ റെസ്പെക്റ്റ് ആൻഡ് കെയർ. അവോയ്ഡ് യൂസിങ് ആനിമൽസ് അൺനെസസറിലി. വെറുതെ ആനിമൽസ് ആണെന്ന് പറഞ്ഞ് തോന്നുന്ന പോലെ അതിൽ അവരുടെ മുകളിൽ പരീക്ഷണം നടത്താൻ പാടില്ല. 8th വൺ ഈസ് ഹ്യൂമൻ സബ്ജക്ട്സ് പ്രൊട്ടക്ഷൻ. നമ്മൾ മനുഷ്യരെ റിസർച്ചിന് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലൊക്കെയാണ് അല്ലേ, ഒരുപാട് മരുന്നുകൾ പ്രയോഗിക്കുമ്പോഴും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നാച്ചുറലി മനുഷ്യരിൽ നടത്തേണ്ടി വരും. അപ്പം മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം അങ്ങനെ ചെയ്യുക. അതുപോലെ അവരുടെ ഡിഗ്നിറ്റി, അവരുടെ പ്രിവസി, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. റിസർച്ചിൻ്റെ ബെനിഫിറ്റ് ഈക്വലി അവർക്കും ഷെയർ ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ സബ്ജക്ട്സ് പ്രൊട്ടക്ഷനിൽ വരുന്നത്. ദെൻ യു ഷുഡ് ഹാവ് ഓപ്പൺനെസ്. ഓപ്പൺനെസ് ഇൻ എ സെൻസ്, നമ്മൾ റിസർച്ച് നടത്തി, നമ്മൾ വലിയ സർവേ നടത്തി, ഡേറ്റ കളക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കുറേ ആനിമൽസിൽ റിസർച്ച് നടത്തി, വലിയൊരു സംഭവം കണ്ടെത്തി. ആൻഡ് ദെൻ യു ഹാവ് ടു ബി ഓപ്പൺ അബൌട്ട് ദാറ്റ് ഓൾസോ. യു ഹാവ് ടു ഷെയർ യുവർ ഇൻഫർമേഷൻ. യു ഹാവ് ടു ഷെയർ യുവർ ഫൈൻഡിങ്സ് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കുകയും യു ഷുഡ് ബി റിസെപ്റ്റീവ് ടു ഫീഡ്ബാക്ക്. അവരതിൻ്റെ ഫീഡ്ബാക്ക് പറയുമ്പോൾ അത് റിസീവ് ചെയ്യാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം. നെക്സ്റ്റ് ഈസ് ലീഗാലിറ്റി. ലീഗൽ ആ ടേം തന്നെ അറിയാം. യു ഷുഡ് അബൈഡ് ബൈ ദ ലോസ്. ഡിസിപ്ലിനറി റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റീവ്സ്, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം റിസർച്ച് നടത്താൻ. ദെൻ നോൺ ഡിസ്ക്രിമിനേഷൻ. ജെൻഡർ, റേസ് അല്ലെങ്കിൽ എത്നിസിറ്റി, അതിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദെൻ 12th വൺ ഈസ് റെസ്പോൺസിബിൾ പബ്ലിക്കേഷൻ. നമ്മുടെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യാനോ ജസ്റ്റ് ഇങ്ങനെ ഫോൾസ് പബ്ലിക്കേഷൻസ് നടത്താൻ പാടില്ല. പബ്ലിഷ് ടു ഇംപ്രൂവ് നോളജ് ആൻഡ് സ്കോളർഷിപ്പ്.
ഇത് ടീച്ചിങ് ഫീൽഡിലും ടീച്ചേഴ്സിൻ്റെ ഇടയിലും ഇതുപോലെ പ്രൊമോഷൻസിന് വേണ്ടി അല്ലെ സാലറി ഹൈക്കിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പബ്ലിക്കേഷൻസ് വെറുതെ ചവറ് പോലെ നടത്തുക, അതും ഒരു ട്രെൻഡാണ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു പബ്ലിഷ് ടു ഇംപ്രൂവ് നോളജ് ആൻഡ് സ്കോളർഷിപ്പ്, നോട്ട് ടു പ്രൊമോട്ട് യുവർ കരിയർ. ദെൻ യുവർ പബ്ലിക്കേഷൻ ഷുഡ് ഹാവ് സം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, you have to utilize your research for public awareness initiatives, campaigns to advance social welfare and to prevent or minimize social problems. തൻ്റെ റിസർച്ച് ഫൈൻഡിങ്സിന് അങ്ങനത്തെ ഒരു മാനം വേണം. സമൂഹത്തിന് നന്മ വരുന്ന സോഷ്യൽ അവെയർനെസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ റെസ്പോൺസിബിളായിട്ടുള്ള റിസർച്ച് ചെയ്യണം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റെസ്പെക്റ്റ് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇതിലാണ് ഈ കോപ്പിറൈറ്റ് ആക്ട് ഒക്കെ വരുന്നത് അല്ലേ. കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം വരും. അതെന്തുകൊണ്ടാണ്? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വേറെ വല്ലവരുടെയും കണ്ടൻറ് എടുത്ത് നമ്മൾ ഇടുമ്പോഴാണ് ഇങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത്. വിത്തൗട്ട് ഓതറൈസേഷൻ നെവർ യൂസ് അൺപബ്ലിഷ്ഡ് ഡേറ്റ. നമ്മൾ ഓതറൈസ് ചെയ്യണം, നമ്മൾ ഇന്ന ആളിനെ അക്നോളജ് ചെയ്യണം. ഇഫ് ക്രെഡിറ്റ് ഈസ് ഡ്യൂ ഗീവ് അപ്രോപ്രിയേറ്റ് അക്നോളജ്മെൻറ്റ്. നിങ്ങൾ ഈ പാട്ട്, നമ്മളൊരു മ്യൂസിക് വേറൊരാളുടെ എടുക്കുകയാണെങ്കിൽ മ്യൂസിക് ഇന്നാളുടെ ആണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെയാണ് സം കോമൺ ഷെയർഡ് വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അക്കാഡമിക് കോഡ് ഓഫ് കണ്ടക്റ്റ്. ഇതിൽ നിന്ന് ഈ കാര്യങ്ങൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോൾസിഫിക്കേഷൻ, ഫാബ്രിക്കേഷൻ, പ്ലേഗറിസം, ഇതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കും. അങ്ങനെ വളരെ റെസ്പോൺസിബിളായിട്ട് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, ഈ എത്തിക്സ് കീപ്പ് ചെയ്ത് ഈ മോറൽ വാല്യൂസ് മനസ്സിൽ വെച്ചുകൊണ്ട് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയ പ്രശ്നങ്ങളിൽ ചാടാതെ രക്ഷപ്പെടും. കാരണം ഇന്നത്തെ കാലത്ത് പ്ലേഗറിസം ഒക്കെ കണ്ടുവരുന്ന ചിലപ്പം നമ്മളത് സബ്മിറ്റ് ചെയ്ത് നമ്മളൊരു സർവീസിൽ കയറി നല്ലൊരു പൊസിഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വലിയ മാനനഷ്ടവും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. അപ്പോൾ അതിൽ ചെന്ന് ചാടാതെ, ഇപ്പം സാധ്യതകൾ ഒരുപാടാണ്. കാരണം കട്ട് ആൻഡ് പേസ്റ്റിൻ്റെ ഒരു കാലമാണ്. നമ്മൾ ഒരു മാറ്റർ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പല വെബ്സൈറ്റിലും അങ്ങോട്ട് തുറന്ന് നമുക്ക് ഇഷ്ടം പോലത്തെ കണ്ടൻറ്റ് കിട്ടും. നമുക്ക് തോന്നുമോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണല്ലോ ഇതിൽ എഴുതിയിരിക്കുന്നത്, അപ്പം നമുക്കത് തന്നെ അങ്ങ് എഴുതാം. വി ക്യാൻ ജസ്റ്റിഫൈ ദാറ്റ് ഗ്രേറ്റ് പീപ്പിൾ തിങ്ക് അലൈക്ക്. പക്ഷെ അതല്ല, വേറൊരാളുടെ ഐഡിയ, വേറൊരാളുടെ കണ്ടൻറ്റ് നമ്മൾ അപ്പാടെ മോഷ്ടിക്കുമ്പം ദാറ്റ് ഈസ് കിഡ്നാപ്പിംഗ് ഓർ പ്ലേഗറിസം. You can't falsify, you can't fabricate your data. Keeping in mind all this, you have to be a responsible researcher. So I think now you have got a clear idea of what is ethics, what has research to do with ethics, what are the common misconducts found in research, and what are the ethical principles you have to keep in mind. So now you know what the 3 cardinal sins are, which a research scholar might knowingly or unknowingly commit. ഏതൊക്കെയാണ്? ഫാബ്രിക്കേഷൻ, ഫോൾസിഫിക്കേഷൻ ആൻഡ് പ്ലേഗറിസം. പ്ലേഗറിസം ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട ഒരു സെഷനാണ്. നെക്സ്റ്റ് സെഷൻ വിൽ ബി ഓൺ പ്ലേഗറിസം. ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ എസ്കേപ്പ് ഫ്രം പ്ലേഗറിസം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേഗറിസം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൂൾസ് ടു ഡിറ്റക്ട് പ്ലേഗറിസം, ആൻഡ് വാട്ട് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇത് നമുക്കൊരു അടുത്ത സെഷനായിട്ട് എടുക്കാം. ബൈ നൗ യു വിൽ ബി അവെയർ why you need research ethics. You might have noticed the name of the core paper you are studying, that is the foundational skills in research and writing. For doing research, you need skills, no doubt, but skill alone is not enough. You have to know the ethics before you start writing your research. അതിനാണ് യൂണിവേഴ്സിറ്റി ഈ പേപ്പർ തന്നിരിക്കുന്നത്. വളരെ അപൂർവമായ യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനത്തെ ഒരു കോർ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണ്, എസ്പെഷ്യലി PG ലെവലിൽ. കാരണം നിങ്ങൾ പ്രോജക്ട്സ് ചെയ്യും, റൈറ്റ്, ഡെസർട്ടേഷൻസ് ചെയ്യും. എന്താണ് ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് യു ഡു? യു ഗൂഗിൾ സെർച്ച്, യു കട്ട് ആൻഡ് പേസ്റ്റ്. ബട്ട് ദാറ്റ് കംസ് അണ്ടർ പ്ലേഗറിസം, ദാറ്റ് കംസ് അണ്ടർ ഫാബ്രിക്കേഷൻ, ദാറ്റ് കംസ് അണ്ടർ ഫോൾസിഫിക്കേഷൻ. ഈ 3 പാപങ്ങളിലെ പല അംശങ്ങളും നിങ്ങൾ PG ലെവലിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോർ പേപ്പർ നിങ്ങൾക്ക് അനിവാര്യമായിട്ട്
വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി കമ്പൽസറി കോർ പേപ്പർ. So next session will be on plagiarism and intellectual property right. Stay tuned. Thank you.